ഇ.പി. ജയരാജൻ വധശ്രമ ഗൂഢാലോചന കേസിലെ പ്രതിപട്ടികയിൽ നിന്നും കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. കേസിൽ സുധാകരൻ വിചാരണ നേരിടേണ്ടതില്ല എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. തെളിവുകളുടെ അഭാവമുണ്ടെന്ന് നിരീക്ഷിച്ചാണ് കോടതിയുടെ ഉത്തരവ്. സിപിഐഎമ്മിനുള്ള കനത്ത തിരിച്ചടിയാണ് കോടതി വിധിയെന്ന കെ സുധാകരനും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന ഇ.പി. ജയരാജനും പ്രതികരിച്ചു. വിചാരണ നേരിടാൻ കെ സുധാകരനെതിരെ മതിയായ തെളിവുകൾ ഇല്ലെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. കെ സുധാകരനെ കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഹൈക്കോടതി വിചാരണ നേരിടേണ്ടതില്ലെന്നും വ്യക്തമാക്കി. വിടുതൽ ഹർജി തള്ളിയ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി. 2016 കെ സുധാകരൻ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി. 1995 ഏപ്രിൽ 12 രാജധാനി എക്സ്പ്രസിൽ വെച്ചായിരുന്നു ഇ.പി. ജയരാജനെതിരെ അക്രമികൾ വെടിയുതിർത്തത്. കേസിലെ പ്രതികളായ പേട്ട ദിനേശൻ, ടി.പി. രാജീവൻ, ബിജു എന്നിവരുമായി ചേർന്ന കെ സുധാകരൻ തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. കേസിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തമ്പാനൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് കുറ്റപത്രം നൽകി. കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ആവശ്യം 2016 തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയത്. തുടർന്നാണ് അപ്പീലുമായി കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചതും 8 വർഷത്തിനിപ്പുറം അനുകൂല ഉത്തരവ് നേടിയതും. സന്തോഷം നൽകുന്ന വിധിയാണ് ഹൈക്കോടതിയുടേതെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. തന്നെ ക്രിമിനലായി ചിത്രീകരിക്കാൻ കെട്ടുകഥയുണ്ടാക്കിയെന്നും കെ സുധാകരൻ. എന്റെ തലക്ക് മുകളിൽ ഒരു വാള് കെട്ടിത്തൂക്കിയതുപോലെയാണ് എന്റെ മനസ്സ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എന്നെ ഒരു ക്രിമിനലായി ചിത്രീകരിക്കാൻ ഈ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയെടുത്ത് എന്നെ വേട്ടയാടിയ ഒരു പാർട്ടിയാണ് CPM. RSS ഗുണ്ടകളെ വാടകയ്ക്കെടുത്തതും ഗൂഢാലോചന നടത്തിയതും കെ സുധാകരൻ തന്നെയാണെന്ന് ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. കേസിലെ വസ്തുതകൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും ഇ.പി. ജയരാജൻ. ഒന്നാമത്തെ ലക്ഷ്യം ഞാനായിരുന്നില്ല. പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് പിണറായി, എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. റിപ്പോർട്ടർ, കൊച്ചി.